വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈസെൽഫ് പ്രണവ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടും. ഓക്കെ, സോ നമുക്ക് ചാപ്റ്ററിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകാം. സോ ആദ്യം എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഏത് ക്വാണ്ടിറ്റി ആണോ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായത്തോടെ മെഷർ ചെയ്യാൻ കഴിയുന്നത്, ആ ഒരു ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണം, നിങ്ങളുടെ കയ്യിൽ ഞാനൊരു ബുക്ക് കയ്യിൽ നിങ്ങളുടെ കയ്യിൽ തന്നു. ആ ഒരു ബുക്കിൻ്റെ വെയിറ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും 2 കിലോഗ്രാം എന്നല്ലേ. ആ ബുക്കിൻ്റെ വെയിറ്റ് നിങ്ങൾക്ക് മെഷർ ചെയ്യാനും കഴിയും. അത് നിങ്ങൾക്ക് ഒരു നമ്പറിൻ്റെയും യൂണിറ്റിൻ്റെയും ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. അതായത് ഒരു ക്വാണ്ടിറ്റീനെ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ, ഉദാഹരണം മാസ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ആണെന്ന് വിചാരിച്ചോ. നിങ്ങൾ 1 കിലോഗ്രാം എന്ന് പറയും അല്ലേ. അപ്പോൾ അതിലൊരു നമ്പർ പോർഷനും കാണും, അതുപോലെ തന്നെ യൂണിറ്റ് പോർഷനും കാണും. അപ്പം Q = N, നമുക്ക് ആ ഒരു ഫോമാറ്റിൽ അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. ഇതാണ് ആദ്യത്തെ കാര്യം. ഇനിയും ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി എടുക്കുകയാണ്. ഉദാഹരണം, മാസ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എടുക്കണമെന്ന് വിചാരിച്ചു. അതിൽ ഈ നമ്പറിൻ്റെയും യൂണിറ്റിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒന്ന് മനസ്സിലായല്ലേ? നോക്കിക്കോ, നിങ്ങളിപ്പം മാസിന് വരെ നിങ്ങൾ ലെങ്ത് എടുത്തോ. ലെങ്ത് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നിങ്ങൾ എടുത്തോ. നമുക്ക് പറയാം 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണെന്ന് പറയാമല്ലേ. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ 1 ഇൻറ്റു സെൻറ്റിയുടെ മീനിങ് എന്താണ്? 10⁻²² എന്നാണ്. -2 ഇൻറ്റു m ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു മില്ലി. m മീൻസ് മില്ലി എന്നാണ്. മില്ലി എന്ന് പറയുന്നത് 10⁻³ ആണ്. 10⁻³ മീറ്റർ. അതായത് 10⁻² മീറ്റർ ഈസ് ഈക്വൽ ടു 10⁻² മീറ്റർ. അതായത് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിക്ക് നമ്പറിൻ്റെയും യൂണിറ്റിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്പറിൻ്റെയും യൂണിറ്റിൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ NU എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. സോ Nഉം Uവും തമ്മിൽ നമ്മൾ റിലേഷൻ നോക്കുമ്പോൾ N ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/U. ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്പർ വലുതാണെങ്കിൽ യൂണിറ്റ് ചെറുതായിരിക്കും, നമ്പർ ചെറുതാണെങ്കിൽ യൂണിറ്റ് വലുതുമായിരിക്കും. ഇതാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഒന്ന് മനസ്സിലായില്ലേ? നോക്കിക്കോ, 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മില്ലിമീറ്റർ. അപ്പോൾ നമുക്കറിയാം സെൻറ്റിമീറ്റർ ആണ് മില്ലിമീറ്ററിനെക്കാട്ടിയും വലുതെന്ന്. ഇവിടെ യൂണിറ്റ് വലുതായതുകൊണ്ട് തന്നെ നമ്പർ ചെറുതാണ്. ഇവിടെ യൂണിറ്റ് ചെറുതാണ്, അതുകൊണ്ട് തന്നെ നമ്പർ വലുതാണ്. യൂണിറ്റ് ചെറുതായതുകൊണ്ട് നമ്പർ വലുത്. അപ്പോൾ അതാണ് ഇൻവേഴ്സ് റിലേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ Nഉം Uവും വെച്ചിട്ട് ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. Nഉം Uവും വെച്ചിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ എനിക്ക് ഇൻവേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഷേപ്പിലൊരു ഗ്രാഫ് കിട്ടും. ഈ ഒരു ഷേപ്പിന് നമ്മൾ പറയുന്നതാണ് ഹൈപ്പർബോള എന്നാണ് പറയുന്നത്. അപ്പോൾ Nഉം Uവും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇൻവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് കിട്ടും. അത് ഹൈപ്പർബോളിക് ഗ്രാഫ് എന്നാണ് അതിനെ പറയുന്നത്. ഇതാണ് ആദ്യത്തെ കാര്യം. ഇനി ഫിസിക്കൽ ക്വാണ്ടിറ്റി 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി, ഡറൈവ്ഡ് ക്വാണ്ടിറ്റി ആൻഡ് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ വേറെ ഒരു ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റികളാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഉദാഹരണം മാസ്, ലെങ്ത്, ടൈം, ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റി. ഉദാഹരണം മാസ്, ലെങ്ത്, ടൈം, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ടെമ്പറേച്ചർ, കറണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഡറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡറൈവ് ചെയ്തുണ്ടായ, അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ മൾട്ടിപ്ലൈ ചെയ്തും ഡിവൈഡ് ചെയ്തും ഉണ്ടാവുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഡറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് ഡറൈവ്ഡ് ക്വാണ്ടിറ്റിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ഉദാഹരണം, നമുക്ക് ചാർജ് പറയാം. അപ്പം ചാർജ് എന്താണ് നമുക്കറിയാം. കറണ്ട് ഈസ് ഈക്വൽ ടു Q/T എന്ന് നമുക്കറിയാം. അതായത് Q ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടൈം അല്ലേ. അപ്പം കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? കറണ്ട് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ടൈം എന്ന് പറയുന്നതും ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്.
അപ്പോൾ രണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഡറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ചാർജ് കിട്ടിയത്. അപ്പം അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി ഉണ്ട്. സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പ്ലെയിൻ ആംഗിൾ നമ്മൾ തീറ്റ എന്ന് പറയുന്ന ഒരു ലെറ്ററോണാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ ഒരു ആർക്ക് സസ്പെൻഡ് ചെയ്യുന്ന ആംഗിളാണ്. അതായത് ഇതാണ് ഒരു സർക്കിളെന്ന് വിചാരിച്ചോ, ഇതാണ് എൻ്റെ സെൻറ്റർ. ഞാനിപ്പോൾ എൽ ലെങ്ത് ഉള്ള ഒരു ആർക്ക് എടുക്കുകയാണ്, റേഡിയസ് ആറാണ്. അപ്പം തീറ്റ ആംഗിൾ ഇവിടെ ഉണ്ടാക്കും. അപ്പം എൽ ഈസ് ഈക്വൽ ടു ആർ തീറ്റ എന്നാണ് ഇക്വേഷൻ. തീറ്റ ഈസ് ഈക്വൽ ടു എൽ ബൈ ആർ. അതായത് ഒരു ആംഗിള് ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ, ആംഗിളല്ല ഒരു ആർക്ക് ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ സസ്പെൻഡ് ചെയ്യുന്ന ആംഗിളിനെയാണ് പ്ലെയിൻ ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ എന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയുന്നത്. ഇനി സോളിഡ് ആംഗിൾ എന്താണ്? സോളിഡ് ആംഗിളിനെ നമ്മൾ ഓം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഒമേഗ എന്ന് പറയുന്ന ഒരു സിമ്പലാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആയിട്ട് ഇത് കേട്ടിട്ടുണ്ടല്ലേ. അപ്പം ഇതെന്താണ് സംഭവം? ഇതെന്ന് വെച്ചാൽ ഒരു ഏരിയ ഒരു സ്പിയറിൻ്റെ സെൻറ്ററിൽ സസ്പെൻഡ് ചെയ്യുന്ന ആംഗിൾ. ഇപ്പോൾ നിങ്ങളിതൊരു സ്പിയറാണെന്ന് വിചാരിച്ചോ. ഞാനിവിടെ ഒരു സ്മാൾ സെക്ഷൻ, ഇതെൻ്റെ സെൻറ്ററാണെന്ന് വിചാരിച്ചോ. ഞാനിവിടെ ഒരു സ്മാൾ ഏരിയ ഞാൻ എടുക്കുകയാണ്. ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുമല്ലോ, ആ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാലും മതി. ഇതൊരു കോണാണെന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുമല്ലോ, ആ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? സോളിഡ് ആംഗിൾ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തൊരു സപ്ലിമെൻ്ററി യൂണിറ്റ് ആണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ് ആണ് ബെക്കറൽ എന്ന് പറയുന്നത്. BQ എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ച് നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്താണ് യൂണിറ്റ്സ് എന്ന് നോക്കാം. അപ്പോൾ യൂണിറ്റ് നമുക്ക് 3 തരത്തിലുണ്ട്. ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഉണ്ട്, ബേസിക് യൂണിറ്റ് ഉണ്ട്, ഡറൈവ്ഡ് യൂണിറ്റ് ഉണ്ട്. ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് മാസിൻ്റെയും ലെങ്തിൻ്റെയും ടൈമിൻ്റെയും യൂണിറ്റുകളെ മാത്രം പറയുന്നതാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നമ്മൾ 7 എണ്ണം പറഞ്ഞല്ലോ, മാസ്, ലെങ്ത്, ടൈം, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഈ പറഞ്ഞ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെയും യൂണിറ്റുകളെയാണ് നമ്മൾ ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഡറൈവ്ഡ് യൂണിറ്റ് എന്ന് വെച്ചാൽ ഡറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റിനാണ് ഡറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലെയിൻ ആംഗിൾ എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. പ്ലെയിൻ ആംഗിളിനെ നമ്മൾ ആംഗിൾ എന്നും അറിയപ്പെടുന്നു. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ എന്നാണ് അതിൻ്റെ യൂണിറ്റ്. അപ്പം ആംഗിളിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. അതിനെ RAD റാഡ് എന്ന് പറഞ്ഞാണ് അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നത്. പിന്നെ ഈ ഒരു പ്ലെയിൻ ആംഗിളിൻ്റെയും അതുപോലെ തന്നെ സോളിഡ് ആംഗിളിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടിനെയും യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഡയമെൻഷൻലെസ് ആണ് രണ്ട് ക്വാണ്ടിറ്റി. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, നൈം ദ ക്വാണ്ടിറ്റി വിച്ച് ഹാവിങ് യൂണിറ്റ് ഡു നോട്ട് ഹാവിങ് ഡയമെൻഷൻ ഇല്ല പക്ഷേ യൂണിറ്റ് ഉള്ളു. അങ്ങനെയുള്ള ക്വാണ്ടിറ്റി 2 എക്സാമ്പിളാണ് പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. ഇനിയും ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു L ഈസ് ഈക്വൽ ടു R തീറ്റ ആണ് നമ്മൾ പറഞ്ഞു. ഇതിൽ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന പ്ലെയിൻ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 2π ആയിരിക്കും. അതായത് ഇത്രയേ ഉള്ളൂ. ഇതൊരു പോയിന്റ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു പോയിന്റിൽ ഉണ്ടാക്കുമ്പോൾ ഒരു ആർക്ക് എന്ന് പറയുന്നത് ഒരു സർക്കിളിൻ്റെ ഫുള്ളായിട്ട് വരില്ലേ. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? മുഴുവനും വരും. അതിന് ഒന്നീ 360 ഡിഗ്രി എന്നും പറയാം. അതെന്ന് പറയുന്നത് 2π റേഡിയന് ഈക്വലാണ്. അപ്പോൾ എന്താണ് 2π റേഡിയൻ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ എന്താണ് ഇത്? പ്ലെയിൻ ആംഗിൾ എന്താണ്? ആംഗിൾ സസ്പെൻഡഡ് ബൈ ആൻ ആർക്ക് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കിളിനെയാണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി സോളിഡ് ആംഗിളിൻ്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ സോളിഡ് ആംഗിൾ ഒരു ഏരിയ ആണ് സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സോളിഡ് ആംഗിളിൻ്റെ ഒരു ഏരിയ ആണ് സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒമേഗ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഒമേഗ ഇസ് ഈക്വൽ ടു ആ സസ്പെൻഡ് ചെയ്യുന്ന ഏരിയ, അത് സ്മാൾ ഏരിയ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ DA എന്ന് എഴുതാം, അല്ലെങ്കിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ബൈ ആ ഒരു സ്പിയറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ്റെ റേഡിയസ് അതിൻ്റെ സ്ക്വയർ, അതായത് DA ബൈ R സ്ക്വയർ ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു പോയിന്റിൽ സസ്പെൻഡ് ചെയ്യുന്ന ആംഗിൾ, സോളിഡ് ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 4π ആയിരിക്കും. പിന്നെ ഈ സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റെറേഡിയൻ എന്നാണ് പറയുന്നത്. SR എന്ന് പറഞ്ഞാണ് നമ്മളതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ഇതാണ് ആദ്യത്തെ സെക്ഷൻ. ഇനി നമുക്ക് റേഡിയൻ എന്താണെന്ന് നോക്കാം. റേഡിയൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം L ഈസ് ഈക്വൽ ടു R തീറ്റ ആണെന്ന് അറിയാം.
ഈ എല്ലിനെ നമ്മൾ ആർക്ക് ലെങ്ത് എന്നാണ് പറയുന്നത്, ആറിന് നമ്മൾ റേഡിയസ് എന്നാണ് പറയുന്നത്. റേഡിയസിന് ഈക്വൽ ആണ് ആർക്ക് ലെങ്ത് എങ്കിൽ അപ്പം സെൻറ്ററിൽ ഒരു ആംഗിൾ സസ്പെൻഡ് ചെയ്യും. ആ ആംഗിൾ ആയിരിക്കും ഒരു റേഡിയൻ എന്ന് പറയുന്നത്. സോ ഒരു റേഡിയൻ എന്ന് പറയുന്നതാണ്, ഒരു റേഡിയൻ എന്ന് പറയുന്നത് നമുക്കറിയാം 360 ഡിഗ്രി ആണ് എന്നു പറയുന്നത്. 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2π റേഡിയൻ എന്നറിയാലേ. സോ ഞാൻ ഈ ഒരു എന്താണ് 2π × 1 എന്നല്ല ഇതിനെ എഴുതുന്നത്. നമ്മൾ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ ഈ 2π താഴെ കൊണ്ടുവന്നു. അപ്പോൾ എന്താണ് 360/2π ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 റേഡിയൻ എന്ന് വരുമല്ലേ. അതായത് ഈ 2 വെട്ടിപ്പോവും, അപ്പോൾ ഇവിടെ 180 എന്ന് വരും. സോ 180/π ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 റേഡിയൻ. 180/π ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 റേഡിയൻ. സോ 180/π ഡിഗ്രിയുടെ വാല്യൂ 57.3 ആണ് അതിൻ്റെ വാല്യൂ. ഇപ്പോൾ എൻ്റെ അടുത്ത് 2 റേഡിയൻ ചോദിച്ചു. 2 റേഡിയൻ എന്ന് പറയുന്നത് 2 × 180/π ആയിരിക്കും. അപ്പം 8 റേഡിയൻ എത്രയാണെന്ന് വെച്ചാൽ 8 × 180/π ആയിരിക്കും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി 1 ഡിഗ്രി എന്ന് പറയുന്നത് π/180 റേഡിയൻ ആണ്. അപ്പോൾ n ഡിഗ്രി ചോദിച്ചു. n ഡിഗ്രി ചോദിച്ചാൽ n × π/180 റേഡിയൻ. എക്സാമ്പിൾ ചെയ്യാം. അപ്പം 60 ഡിഗ്രി ചോദിച്ചു. 60 ഡിഗ്രി ചോദിച്ചാൽ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഇൻറ്റു π/180 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? വെട്ടിപ്പോകുമ്പോൾ π/3 എന്ന് വരും. അതുപോലെ തന്നെ 45 ഡിഗ്രി ചോദിച്ചോ. 45 ഡിഗ്രി ഇൻറ്റു π/180. അപ്പോൾ എത്ര എന്ന് വരും? π/4 എന്ന് വരും. π/4 റേഡിയൻ എന്ന് വരും. π/4 റേഡിയൻ എന്ന് വരും. ഇതാണ് ആദ്യത്തെ കാര്യം. ഇനി നമ്മൾ നോക്കുമ്പോൾ സോളിഡ് ആംഗിൾ സസ്പെൻഡഡ് അറ്റ് എ പോയിന്റ് ഈസ് ഈക്വൽ ടു 2 times ദ പ്ലെയിൻ ആംഗിൾ സസ്പെൻഡഡ് അറ്റ് എ പോയിന്റ്. നമുക്കറിയാം പ്ലെയിൻ ആംഗിൾ സസ്പെൻഡഡ് അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് 2π ആണെന്നറിയാം. സോളിഡ് ആംഗിൾ സസ്പെൻഡഡ് അറ്റ് എ പോയിന്റ് എന്ന് പറയുന്നത് 4π ആണെന്നറിയാം. അപ്പോൾ 2 × 2π ഈസ് ഈക്വൽ ടു 4π ആണ് നമുക്കറിയാമല്ലോ. ഇത് മാഗ്നിറ്റ്യൂഡ് വൈസ് മാത്രമാണ്, വേറൊരു കാര്യത്തിലല്ല. മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നോക്കുന്നത്. ഇനി നമുക്ക് സിസ്റ്റം ഓഫ് യൂണിറ്റ് പഠിക്കാം. സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഈ ലെങ്തും ടൈമും മാസൊക്കെ മെഷർ ചെയ്യാനായിട്ട് പല കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിൽ ആദ്യം ഏറ്റവും പണ്ട് ഉപയോഗിച്ചിരുന്നതാണ് FPS സിസ്റ്റം, അതായത് ഫൂട്ട്, പൗണ്ട് ആൻഡ് സെക്കൻഡ്. അതായത് അവർ ലെങ്ത് മെഷർ ചെയ്യുന്നത് ഫൂട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു, മാസ് മെഷർ ചെയ്തത് പൗണ്ടിലായിരുന്നു, ടൈം സെക്കൻഡിലായിരുന്നു. അത് മാറി പിന്നെ CGS സിസ്റ്റം വന്നു. CGS സിസ്റ്റത്തിലാണെങ്കിൽ ലെങ്ത് മെഷർ ചെയ്യുന്നത് സെൻറ്റിമീറ്ററിലായിരുന്നു, മാസ് മെഷർ ചെയ്യുന്നത് ഗ്രാമിലായിരുന്നു, അതുപോലെ തന്നെ ടൈം സെക്കൻഡിലായിരുന്നു മെഷർ ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ MK സിസ്റ്റം വന്നു, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. ലെങ്ത് മെഷർ ചെയ്യാൻ, മാസ് മെഷർ ചെയ്യാൻ ആൻഡ് ടൈം മെഷർ ചെയ്യാൻ. ഇപ്പം പ്രസൻ്റ്ലി ഉള്ളത് SI സിസ്റ്റമാണ്. SI സിസ്റ്റമിലാണ് നമുക്ക് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പവേഴ്സ് ഓഫ് 10. നിങ്ങൾ ഈ പവേഴ്സ് ഓഫ് 10 നമ്മൾ പഠിച്ചിരിക്കണം. കാരണം കൺവേർഷൻസ് നമ്മൾ ഓരോ അപ്പം നിങ്ങൾക്ക് സെൻറ്റിമീറ്റർ തന്നിരുന്നാൽ നിങ്ങൾക്ക് മീറ്ററിലോട്ട് ആക്കണമെങ്കിൽ നിങ്ങൾ ആ സെൻറ്റി എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾ 10⁻² കൊടുത്താൽ നിങ്ങൾക്ക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അപ്പം ഡെസി എന്ന് പറയുന്നത് 10⁻⁻1 ആണ്, സെൻറ്റി 10⁻⁻² ആണ്, അതുപോലെ തന്നെ 10⁻³ മില്ലി ആണ്, 10⁻6 മൈക്രോ ആണ്, 10⁻9 നാനോ ആണ്, 10⁻12 പൈക്കോ ആണ്, 10⁻15 ഫെംറ്റോ ആണ്, 10⁻18 ഓട്ടോയോ ആണ്. ഇനി 10⁻1 ഡെക്കോ ആണ്, 10⁻2 ഹെക്ടോ ആണ്, 10⁻3 കിലോ ആണ്, 10⁻6 മെഗാ, 10⁻9 ഗിഗ, 10⁻12 10⁻12 ടെട്ര, 10⁻15 പെറ്റ, 10⁻18 എക്സ. ഇത് ഇത്രയാണ് മറ്റ് പവേഴ്സ് ഓഫ് 10 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഓസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് സണ്ണിനും എർത്തിനും ഇടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. അതാണ് ഓസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ 1.496 × 10⁻11 മീറ്റർ. ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാം. ചിലപ്പം ഇതിൻ്റെ വാല്യൂ എത്രയെന്നൊക്കെ ചോദിക്കാം. ഇപ്പം ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നീറ്റ് എക്സാമിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ചോദിക്കാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടെന്ന് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ എന്താണ്? ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ ഒരു വർഷം ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ലൈറ്റ് ഇൻ 1 ഇയർ. വാല്യൂ ചോദിക്കുകയാണെങ്കിൽ 9.46 × 10⁻15 മീറ്റർ. ഇനി പാർസെക്ക്. നമ്മൾ നേരത്തെ ആർക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലേ. അപ്പം ആർക്ക് ലെങ്ത് 1 ഓസ്ട്രോണമിക്കൽ യൂണിറ്റും ആംഗിൾ 1 സെക്കൻഡും വരുമ്പോൾ
1 സെക്കൻഡും വരുമ്പോൾ അവിടെയുള്ള റേഡിയസ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ല, പാർസെക്. പാർസെക്കിനെ നമ്മൾ പാരലാറ്റിക് സെക്കൻഡ് എന്നും അറിയപ്പെടുന്നു. സോ 1 പാർസെക് ഈസ് ഈക്വൽ ടു പാരലാറ്റിക് സെക്കൻഡ് ഈസ് ഈക്വൽ ടു 3.26 ലൈറ്റ് ഇയർ. സോ ഇത് ലൈറ്റ് ഇയറും ഇതുമായിട്ടുള്ള റിലേഷനാണ്, പാർസെക്കും ലൈറ്റ് ഇയറുമായിട്ടുള്ള റിലേഷനാണ് ഇതിപ്പം പറഞ്ഞത്. പിന്നെ നമ്മൾ നോക്കേണ്ടെങ്കിൽ ഒരു പാർസെക് എന്ന് പറയുന്നത് 3.08 × 10⁻16 മീറ്റർ ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഡൈമെൻഷൻ. ഡൈമെൻഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഒരുപാട് ചോദ്യംസ് വരാനുള്ളത്. ഡൈമെൻഷണൽ അനാലിസിസ്, ഡൈമെൻഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കൺവേർഷൻസ്, അതുപോലെ തന്നെ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കാനുള്ളത്, അതുപോലെ തന്നെ റിലേഷൻ ഡറൈവ് ചെയ്യുന്നത്, ഇത് ഒക്കെയാണ് ഇപ്പം ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം ഡൈമെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ നിങ്ങൾ മാസ് എന്ന് പറയുന്നതിന് ഡൈമെൻഷൻ നമ്മൾ ക്യാപിറ്റൽ M കൊണ്ടാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. ലെങ്തിനെ നമ്മൾ ക്യാപിറ്റൽ L കൊണ്ടാണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. സോ L എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പം നമ്മളിപ്പം ഒരു റെക്റ്റാങ്കിൾ എടുക്കുമ്പോൾ ലെങ്തും ബ്രെഡ്ത്തും കാണൂലേ? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലെങ്ത് തന്നെയാണല്ലേ? അപ്പം അതിൻ്റെ ഡയമെൻഷൻ L ആയിരിക്കും. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലെങ്താണ്, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ L ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ലെങ്താണ്, അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ L ആയിരിക്കും അല്ലേ? പിന്നെ ടൈമിൻ്റെ ഡയമെൻഷൻ T ആണ്. ടെമ്പറേച്ചറിൻ്റെ കെൽവിൻ, യൂണിറ്റ് കെൽവിനാണ്. അത് നമ്മൾ ഡയമെൻഷൻ ക്യാപിറ്റൽ K അല്ലെങ്കിൽ തീറ്റ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യും. ഡയമെൻഷൻ എഴുതുമ്പോൾ എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് വേണം നമ്മൾ ഡയമെൻഷൻ എഴുതാൻ. ഇനി ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലേ? അപ്പം ലെങ്ത് എന്ന് പറയുന്നതാണ് ഒരു ലെങ്താണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്ന ഒരു ലെങ്താണ്. സോ രണ്ടിൻ്റെ ഡയമെൻഷൻ എന്താണ്? L ആണല്ലേ? സോ L ഇൻറ്റു L, അതായത് ഡയമെൻഷൻ ഓഫ് ഏരിയ എന്ന് പറയുന്നത് = L² ആണ്. ഡയമെൻഷൻ ഓഫ് എ അല്ല, ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ ആണ് കേട്ടോ. ഡയമെൻഷൻ അത് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഏരിയ = L². അപ്പോൾ നമ്മളൊരു ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോൾ നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ എഴുതുന്നത്, ഇപ്പം Q എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി ആണെന്ന് വിചാരിച്ചു. സോ അതിൻ്റെ ഡയമെൻഷൻ നമ്മൾ എഴുതുന്നത് m⁻⁴ × L⁻B × T⁻C. ബാക്കി വേറെ ഏതെങ്കിലും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അത് അവിടെ എഴുതും. ഓക്കെ, ഇതില്ല, ഈ ഒരു പോർഷൻ ഇല്ല. ഇപ്പം നമ്മൾ മാസുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിൽ നമ്മളവിടെ 0 കൊടുക്കും, ചുമ്മെങ്കിലും 0 കൊടുക്കും. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ഡയമെൻഷൻ എന്ന് പറയാം. നമ്മൾ ഈ ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോൾ നമ്മൾ എമ്മിനാവട്ടെ എല്ലിനാവട്ടെ അങ്ങനെ ഓരോ ടേമിനും ഒരു പവർ കാണുമല്ലേ? ആ ഓരോ പവറിനെയാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഡയമെൻഷൻസ് ആർ ദ പവേഴ്സ് ഓഫ് ദ സിമ്പൽ അല്ലേ? ഇപ്പോൾ ഏരിയയിലാണെങ്കിൽ നമ്മൾ m⁻⁴ L² T⁻0 നമുക്ക് എഴുതാം. അതിൽ ഏരിയയിൽ മാസിൻ്റെ ഡയമെൻഷൻ 0 ആണ്, ടൈമിൻ്റെ ഡയമെൻഷനും 0 ആണ്, ലെങ്തിൻ്റെ ഡയമെൻഷൻ 2 ആണ്. ഏരിയ ഹാസ് എ ഡയമെൻഷൻ ഓഫ് 0 in mass and time, and area has a dimension of 2 in the case of length. അതാണ് ഡയമെൻഷൻ. സോ ഡയമെൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? പവറാണ്. ഇവിടെ നോക്കിക്കോ, ഏരിയയുടെ ഡയമെൻഷൻ. സോ ഡയമെൻഷൻ നമ്മൾ പറഞ്ഞു A = 0, B = 2 and C = 0. ഇനി വോളിയത്തിൻ്റെ കേസ് നോക്കാം. വോളിയം എന്താണ്? വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണല്ലേ വോളിയം. സോ ഇതെന്താണ്? ഇത് ഈസ് വോളിയമാണ് ഇക്വേഷൻ. സോ വോളിയത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? ലെങ്ത് എന്ന് പറയുന്നത് ലെങ്തിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ L ഇൻറ്റു ക്യാപിറ്റൽ L, എല്ലാം ഡിസ്റ്റൻസ് പോലെ അല്ലേ? അപ്പോൾ അത് L³ എന്ന് വരും അല്ലേ? അപ്പം ഇതിങ്ങനെ വേണം എഴുതാം. കറക്റ്റ് എഴുതുകയാണെങ്കിൽ m⁻⁴ L³ T⁻0. സോ ഇത് ബ്രാക്കറ്റിൻ്റെ അത് ഇടാൻ വേണം. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇനി നമ്മളൊരു ഡയമെൻഷണൽ നമ്മൾ ഈ എഴുതുന്നതിനാണ് നമ്മൾ ഇത് എഴുതുമല്ലോ, ഇത് എഴുതുന്നതിന് ആ ഒരു പോർഷൻ മാത്രം, ആ ബ്രാക്കറ്റിൻ്റെ അകത്തിട്ട് ആ ഒരു പോർഷനാണ് നമ്മൾ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. അത് അതിൻ്റെ ക്വാണ്ടിറ്റിയുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നമ്മൾ ഇത്രയും പോർഷൻ എഴുതുമല്ലോ, ആ ഇത്രയും പോർഷൻ നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡയമെൻഷണൽ ഫോർമുല ഞാൻ പറഞ്ഞു ബ്രാക്കറ്റിൻ്റെ അകത്താണ് എപ്പോഴും ഇടാനുള്ളതെന്ന് പറഞ്ഞു. നിങ്ങൾ എപ്പോഴും പഠിച്ചിരിക്കുന്ന ഡയമെൻഷൻ വെലോസിറ്റിയുടെ നിങ്ങൾ പഠിച്ചിരിക്കണം, കാണാതെ പഠിച്ചിരിക്കണം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ L⁻⁻⁻1 ആണ്. സോ എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. വെലോസിറ്റി എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഒരു ലെങ്ത് അല്ലേ? സോ അതിൻ്റെ ഡയമെൻഷൻ L ആണ്. ടൈം എന്ന് പറയുന്നത് ഡയമെൻഷൻ T ആണ് ഡയമെൻഷൻ. സോ ഞാൻ T മുകളിലോട്ട് കൊണ്ടുപോയി. സോ എനിക്ക് L⁻⁻1 എന്ന് വന്നു. അങ്ങനെയാണ് അതിൻ്റെ കിട്ടിയത്.
ഇനി പ്രഷറിൻ്റെ ചെയ്ത് നോക്കാം. പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? പ്രഷറിന് മുമ്പ് നമുക്ക് വേറെ നോക്കിയിട്ട് പോവാം. ആക്സിലറേഷൻ നോക്കിയിട്ട് പ്രഷറിലോട്ട് പോവാം. ആക്സിലറേഷൻ നോക്കിയിട്ട് പോവാം. സോ ആക്സിലറേഷൻ എന്ന് പറയുന്നതാണ് വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലേ? വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. വെലോസിറ്റി ഡയമെൻഷൻ എന്താണ്? L(t⁻⁻1) ആണ്. അത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ കാണാൻ പഠിച്ചു, ബൈ ടി. സോ ഈ ടീനെ ഞാൻ മുകളിലോട്ട് കൊണ്ടുപോയി. സോ എനിക്ക് L(t⁻2) എന്ന് എനിക്ക് കിട്ടും അല്ലേ? L(t⁻2) എന്ന് എനിക്ക് കിട്ടി. അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് വെലോസിറ്റിയുടെ ഡയമെൻഷൻ കാണാൻ പഠിക്കണം, ആക്സിലറേഷനെയും കാണാതെ പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും പഠിച്ചു. മെയിനായിട്ട് ഇത് രണ്ടും നിങ്ങൾ പഠിക്കണം കേട്ടോ, ആക്സിലറേഷനും വെലോസിറ്റിയും. സോ വെലോസിറ്റി L(t⁻1), ആക്സിലറേഷൻ L(t⁻2). ഇനി നമുക്ക് പ്രഷറിൻ്റെ നോക്കാം. പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ് അല്ലേ? ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഏരിയ. നമുക്ക് ഇങ്ങനെ പഠിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദി ഇക്വേഷനും വെലോസിറ്റി ആക്സിലറേഷൻ വരും. അപ്പോൾ നമ്മുടെ മാസിൻ്റെ ഡയമെൻഷൻ എം ആണ്. ആക്സിലറേഷൻ ഡയമെൻഷൻ നമ്മളിപ്പോൾ കാണാൻ പഠിച്ചു, L(t⁻2). സോ L(t⁻2) ബൈ ഏരിയയുടെ ഡയമെൻഷൻ ലെങ്തിൻ്റെ ബ്രെഡ്ത്ത്. സോ L² എന്ന് വരും അല്ലേ? L². സോ ഇവിടെ ഒരു ടിയും ഒരു എല്ലും ഇവിടെ ഒരു എല്ലും കട്ട് ചെയ്ത് പോവും. അപ്പോൾ എന്ത് വരും? ഈ എല്ലിനെ മുകളിൽ കൊണ്ടുപോയി മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ പവർ എന്താണ്? 1 അല്ലേ പവർ? ആ മുകളിലോട്ട് പോകുമ്പോൾ ആ പവർ -1 ആവും. ഇനി മുകളിലുള്ള പവറിനെ താഴോട്ട് കൊണ്ടുവരുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെയാണ് താഴത്തത്. അപ്പോൾ ഞാൻ മുകളിലോട്ട് കൊണ്ടുമ്പോൾ എനിക്ക് L(1) എന്ന് വരും, T(-2) എന്ന് വരും. ഇതാണ് പ്രഷറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൊമെൻറ്റം നോക്കാം. മൊമെൻറ്റം എന്ന് പറയുന്നത് മൊമെൻറ്റം P = mv. സോ മാസിൻ്റെ വെലോസിറ്റി, മാസിൻ്റെ ഡയമെൻഷൻ m, വെലോസിറ്റി ഡയമെൻഷൻ L(t⁻1). സിമ്പിളായിട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ വെലോസിറ്റിയും ആക്സിലറേഷൻ നമുക്ക് അറിയുന്നുള്ളതുകൊണ്ട് തന്നെ സോ mL(t⁻1). ഫോഴ്സിന് നമ്മൾ ഇപ്പം നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു, ഫോഴ്സ് ma ആണ്. സോ മാസിൻ്റെ ഡയമെൻഷൻ m, അതുപോലെ തന്നെ ഡയമെൻഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ ഡയമെൻഷൻ ഫോമുലയാണ് കേട്ടോ. പിന്നെ L(t⁻2) ആക്സിലറേഷൻ. സോ mL(t⁻2) ആണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഇനി വർക്ക് എനർജി ഇതൊക്കെയെന്ന് പറയുന്നതാണ്. വർക്കും എനർജിയൊക്കെ എന്ന് പറയുമ്പോൾ സെയിം ആയിട്ടുള്ള ഒരു സംഭവമാണല്ലേ? നമുക്ക് വർക്കിൻ്റെ യൂണിറ്റ് ആയാലും എനർജിയുടെ യൂണിറ്റിലായാലും അതുപോലെ തന്നെ അവരൊക്കെ യൂണിറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്, ഡയമെൻഷൻ സെയിം ആയിരിക്കും. ഈ ഒരു കാര്യം ആലോചിക്കണം. യൂണിറ്റ് സെയിം ആണെങ്കിൽ ഡയമെൻഷൻ സെയിം ആയിരിക്കും, ഇക്വേഷൻസ് സെയിം ആണെങ്കിൽ ഡയമെൻഷൻ ശരിയായിരിക്കും. ഇപ്പോൾ നമുക്ക് വർക്കിൻ്റെ നോക്കാം. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വർക്കാണ്. W=F(s), ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എന്ന് പറയുന്നത് ma ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അതിൻ്റെ ഡയമെൻഷൻ. സോ m × L(t⁻2) ആണ് എന്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്? ഫോഴ്സിൻ്റെ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് L ആണല്ലേ? ഇൻറ്റു L. സോ നമുക്ക് എന്ത് കിട്ടും? W=mL²T⁻2 എന്ന് നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ വർക്കിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചു. ഇനി എനർജി നിങ്ങൾ വിചാരിച്ചോ, കൈനറ്റിക് എനർജി എന്ന് വിചാരിച്ചോ. സോ ഏതൊരു ഫോം എനർജി ആവട്ടെ, കൈനറ്റിക് എനർജി ആവട്ടെ, പൊട്ടൻഷ്യൽ എനർജി ആവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തുവേണം എനർജി ആവട്ടെ, എനർജി എന്ന് നിങ്ങൾ കേട്ടാൽ അതിൻ്റെ ഡയമെൻഷൻ എല്ലാം സെയിം ആയിരിക്കും. സോ നിങ്ങൾ കൈനറ്റിക് എനർജി എടുത്തോ, എനർജിയുടെ ഒരു ആണെന്ന് വിചാരിച്ചോ. സോ ½ × m × v². അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ്, ഇതുപോലുള്ള കോൺസ്റ്റൻറ്റുകൾക്ക് ഡയമെൻഷൻ എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതുപോലുള്ള ആംഗിൾസിന് സൈൻ വാല്യൂ, കോസ് വാല്യൂ, ടാൻ വാല്യൂ അങ്ങനെയുള്ളതിനൊക്കെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഇല്ലായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ ചോദിച്ചാൽ നമുക്ക് എന്താണ്? കൈനറ്റിക് എനർജിയുടെ ഡയമെൻഷൻ. സോ ഹാഫിന് എന്തായാലും ഡയമെൻഷൻ ഇല്ല. സോ മാസിൻ്റെ ഡയമെൻഷൻ m, വെലോസിറ്റിയുടെ L(t⁻1) ആണ്. അത് നമ്മൾ സ്ക്വയർ ചെയ്തു. സോ അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? m × L²T⁻2 എന്ന് എനിക്ക് കിട്ടുമല്ലേ? m × L²T⁻2 എന്ന് എനിക്ക് കിട്ടും. അപ്പോൾ ഇതാണ് എനർജിയുടെ ഡയമെൻഷൻ കണ്ടുപിടിച്ചു. ഇനി ടോർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ടോർക്ക് R×F. നിങ്ങളിത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ റൊട്ടേഷണൽ മോഷനിൽ പഠിച്ചൊരു ടോപ്പിക്കാണ് ടോർക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ എന്താണ്? ടോർക്ക് R×F =RF sin θ. R എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്, F എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ആണ്, sin θ എന്ന് പറയുന്നത് അറിയാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സൈനിന് ഡയമെൻഷൻ ഇല്ലെന്ന് പറഞ്ഞു. സോ ഈ ഒരു പോർഷന് ഡയമെൻഷൻ ഇല്ല. ഇനിയുള്ളത് ടോർക്കിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ്. സോ R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. സോ അതിൻ്റെ ഡയമെൻഷൻ L. ഇനി ഫോഴ്സിൻ്റെ ഡയമെൻഷൻ mL(t⁻2) അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് m × L²T⁻2 എന്ന് കിട്ടും അല്ലേ? m × L²T⁻2.
അപ്പോൾ ടോർക്കിൻ്റെ ഡയമെൻഷനും എനർജിയുടെ ഡയമെൻഷനും അതുപോലെ തന്നെ വർക്കിൻ്റെ ഡയമെൻഷനും എല്ലാം സെയിം ആണ് mL² T⁻². ഇനി തീറ്റ നമ്മൾ പറഞ്ഞു ഡയമെൻഷൻ ലെസ് ആണ്. അപ്പം ഡയമെൻഷൻ ലെസ് നമുക്ക് ഇങ്ങനെ എഴുതാം m⁻⁴, l⁻⁴, t⁻⁴. അപ്പം എനി നമ്പർ അല്ലെങ്കിൽ എനിത്തിങ് ⁻⁴, അപ്പോൾ അതായത് x⁻⁴ ആവട്ടെ എന്താണ് അത് ഈക്വൽ ടു 1 ആണ്, m⁻⁴ ആവട്ടെ = 1 ആണ്. അപ്പോൾ എന്താണ് ഇവിടെ നോക്കിയേ m⁻⁴, l⁻⁴, t⁻⁴. സോ 1 × 1 × 1 എന്ന് വരില്ലേ =1 എന്ന് വരില്ലേ. അപ്പം ഡയമെൻഷണൽ ക്വാണ്ടിറ്റി എവിടെയെങ്കിലും കണ്ടാൽ അതിനെ നമുക്ക് 1 എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. പിന്നെ കൂടുതലായി ചോദിച്ചു വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് G. അപ്പോൾ നമുക്കറിയാം G = F, നമുക്കറിയാം ഇങ്ങനെ ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാമല്ലോ, ഫോഴ്സ് = G × m1 m2 r² നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് ജിയുടെ ഡയമെൻഷനാണ് കണ്ടുപിടിക്കാനുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേമിൻ്റെയോ ഡയമെൻഷൻ നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം അതിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കണം. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് നിങ്ങൾ കൊടുക്കണം. അങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഗ്രാവിറ്റേഷണൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് യൂണിറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് യൂണിറ്റിൽ നിന്നും അതിനെ ഡറൈവ് ചെയ്യാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണ്? പ്രഷറിൻ്റെ യൂണിറ്റ് പാസ്കൽ എന്നൊരു യൂണിറ്റും ഉണ്ട്, പിന്നെ എന്താണ് Nm/m² എന്നൊരു യൂണിറ്റും ഉണ്ട്. നിങ്ങൾക്ക് ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് mL⁻⁻² എന്ന് ആ ഒരു പോർഷനിൽ നിങ്ങൾക്ക് എഴുതാം. m², അതായത് ലെങ്തിൻ്റെ സ്ക്വയർ. അപ്പം ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. അപ്പോൾ mL⁻⁻1 T⁻², അതായത് നേരത്തെ അതേ ഡയമെൻഷൻ തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് യൂണിറ്റിൽ നിന്ന് ഡയമെൻഷണൽ ഫോർമുല എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഇക്വേഷൻസ് വെച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കാറുള്ളത്? നമുക്കിവിടെ ജിയുടെ ഡയമെൻഷനിലെ കണ്ടുപിടിക്കാറുള്ളത്. അപ്പോൾ എന്താണ് നമുക്കറിയാം F = G × m1 m2 r² ആണ് നമുക്കറിയാമല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കോ. അപ്പോൾ ഞാനിവിടെ ജീനെ ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് G = F × ഞാൻ ആറിനെ ഈ സൈഡിലോട്ട് കൊണ്ടുപോയി FR² m1 m2 ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ എനിക്ക് ജീരെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതെന്താണ് എസ് മീൻസ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ് mL⁻⁻². റേഡിയസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണല്ലേ. അപ്പം അതിനെ നമുക്ക് L² എന്ന് എഴുതാം, L² m × m. സോ മാസ് × മാസ്, അതായത് m² എന്ന് വരും. അപ്പോൾ ഒരു m കട്ട് ചെയ്ത് പോവും. അപ്പോൾ എന്ത് വരും m⁻⁻1 ഈ എല്ലും L² കൂടി ചേർന്ന് L³ m⁻⁻1 L³ T⁻². ഇതാണ് ജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ജി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി പവർ നിങ്ങൾ ഹോംവർക്കാണ്, നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തല്ലേ. ഇനി അത് ഹോംവർക്കാണ് നിങ്ങൾക്ക്. ഇനി ഈ ഡയമെൻഷൻസിൻ്റെയൊക്കെ യൂസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഡയമെൻഷൻസ് ചെക്കിങ് ദ ആക്യുറസി അല്ലെങ്കിൽ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഇക്വേഷൻ ഞാൻ തന്നു, ഒരു ഇക്വേഷൻ തന്ന് അത് കറക്റ്റാണോ അല്ലയോ എന്ന് നോക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ഡയമെൻഷണൽ മെത്തേഡ് നിങ്ങളെ സഹായിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പം S = ut + ½ at². അപ്പം അത് കറക്റ്റാണോ അല്ലയോ നോക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് LHSലുള്ള ആളുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് RHSലുള്ള ഓരോ ടേം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മുഴുവനായിട്ടാണ് കേട്ടോ. പ്ലസിന് അല്ലെങ്കിൽ മൈനസിന് അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന മുഴുവൻ ടേംസ് അതിൻ്റെ അതായത് ഈ ഒരു LHSലുള്ള ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് UTയുടെ ഡയമെൻഷനിലും ഈക്വൽ ആയിരിക്കണം, അതുപോലെ തന്നെ ½ at² ഡയമെൻഷനിലും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, എല്ലാണ് നമുക്കറിയാം. UTയുടെ ഡയമെൻഷൻ LT⁻⁻1 × t. അപ്പോൾ എന്ത് വരും? L എന്ന് വരും. ഇതിൻ്റെ നോക്കൂ, ഹാഫിന് ഡയമെൻഷൻ ഇല്ല. പിന്നെ LT⁻², അതായത് ആക്സലറേഷൻ LT⁻² × t². അപ്പം ഈ രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ L എന്ന് വരും. അതായത് ഇവിടെ ഇതിൻ്റെ ഡയമെൻഷനും L, ഇവിടുത്തെ ഡയമെൻഷനും L. അപ്പം ഇവിടെ എന്താണ് ഇത് ഡയമെൻഷനലി ഇത് കറക്റ്റാണ്. ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുല ഡയമെൻഷനലി കറക്റ്റ് ആയതുകൊണ്ട് അത് മാത്തമെറ്റിക്കലി കറക്റ്റ് ആവണമെന്നില്ല. ഉദാഹരണം, ചിലപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഹാഫ് ഇല്ലായിരുന്നെന്ന് വിചാരിച്ചോ, അപ്പോഴും ഈ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റാണ്. പക്ഷേ മാത്തമെറ്റിക്കലി നോക്കുമ്പോൾ ഈ ഒരു ഇക്വേഷൻ തെറ്റല്ലേ.
കാരണം നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനിൽ നമ്മുടെ ഹാഫ് എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. മാത്തമെറ്റിക്കലി ആ ഒരു ഇക്വേഷൻ തെറ്റാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയതുകൊണ്ട് മാത്തമെറ്റിക്കലി കറക്റ്റ് ആവണമെന്നില്ല. പക്ഷേ മാത്തമെറ്റിക്കലി തെറ്റാണെങ്കിൽ ഡയമെൻഷനലി തെറ്റായിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു പോർഷനിലോട്ട് പോകാം. ഇനി നമുക്ക് ഒരു അൺനോൺ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ ഡയമെൻഷണൽ സഹായിക്കും. അതുപോലെ തന്നെ റിലേഷൻസ് ഡെറൈവ് ചെയ്യാൻ സഹായിക്കും. ഒരു യൂണിറ്റിനെ മറ്റൊരു യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കും. ഇതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിലോട്ട് പോവാം. അതിന് മുമ്പ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്താണ് പറയുന്നത് വെച്ചാൽ, നമുക്ക് സെയിം യൂണിറ്റ് ഉള്ള ക്വാണ്ടിറ്റീസുകളെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്റ്റ് ചെയ്യാനോ ഇക്വേറ്റ് ചെയ്യാനോ കഴിയുള്ളൂ. അല്ലെങ്കിൽ സെയിം ഡയമെൻഷനുള്ള ആളുകളെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്റ്റ് ചെയ്യാനോ, ആളുകളല്ല ക്വാണ്ടിറ്റീസിന്. ഓക്കെ, അപ്പം നോക്കിക്കോ. അപ്പോൾ എനിക്ക് 4 മീറ്ററിന് എനിക്ക് 2 സെൻറ്റിമീറ്ററിനോളം എനിക്ക് ആഡ് ചെയ്യാം, കാരണം സെയിം ക്വാണ്ടിറ്റിയാണ്, ലെങ്ത് അല്ലേ. പക്ഷേ എനിക്ക് 4 മീറ്ററിനോട് എനിക്ക് 4 കിലോഗ്രാം എനിക്ക് ആഡ് ചെയ്യാൻ കഴിയില്ല, കാരണം ഡിഫറൻറ്റ് ക്വാണ്ടിറ്റിയാണ്. അല്ലെങ്കിൽ എനിക്ക് 4 മീറ്ററിനോട് എനിക്ക് 2 മീറ്റർ കുറയ്ക്കാൻ കഴിയും, പക്ഷേ എനിക്ക് 4 മീറ്ററിനോട് എനിക്ക് 2 കിലോഗ്രാം ഒരിക്കലും കുറയ്ക്കാൻ കഴിയില്ല. അതായത് സെയിം ക്വാണ്ടിറ്റീസിനെ മാത്രമേ എനിക്ക് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്റ്റ് ചെയ്യാനോ ഇക്വേറ്റ് ചെയ്യാനോ കഴിയും. ഇക്വേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് 1 സെൻറ്റിമീറ്റർ ഇങ്ങനെ എനിക്ക് 10 മില്ലിമീറ്റർ എന്ന് എനിക്ക് എഴുതാലും ഇത് രണ്ടും സെയിം ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ സെയിം ക്വാണ്ടിറ്റിനെ മാത്രമേ എനിക്ക് ആഡ് ചെയ്യാനോ സബ്സ്ട്രാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്യാനോ കഴിയുള്ളൂ. സെയിം ക്വാണ്ടിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവർക്കപ്പോൾ സെയിം ഡയമെൻഷനും കാണുമെന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ഇതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ് ഞാൻ എൻ്റെ അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി സ്ക്വയർ പ്ലസ് സി ബൈ ഡി മൈനസ് ടി. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ടി എന്ന് പറയുന്ന ടൈമാണ്. ചോദിച്ചിരിക്കുന്നത് എ ബി സി ഡി ഓരോന്നിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഓരോന്നിൻ്റെയും ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾ കണ്ടുപിടിച്ചോ, പോസ് ചെയ്ത് കണ്ടുപിടിച്ചോ. ഞാൻ ചെയ്യട്ടെ? അപ്പോൾ ഞാൻ ചെയ്യാം. അപ്പോൾ നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ. അപ്പം ഇവർ പരസ്പരം ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ആഡ് ചെയ്യണമെങ്കിൽ ഇവരുടെ ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. ഇത് എക്സുമായിട്ട് ഇക്വേറ്റും ചെയ്തിരിക്കുകയാണ്, അതുപോലെ തന്നെ ഇത് എക്സുമായിട്ട് ഇക്വേറ്റും ചെയ്തിരിക്കുകയാണ്. അതായത് അതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എക്സിൻ്റെ ഡയമെൻഷനും എയുടെ ഡയമെൻഷനും ഈക്വലാണ്, ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി ബൈ ഡി മൈനസ് ടി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡിയും ടിയും സബ്സ്ട്രാക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് അവർക്ക് സെയിം ഡയമെൻഷനാണ്, അവർ സെയിം ക്വാണ്ടിറ്റിയാണ്. അതായത് ഡയമെൻഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡി ആണെന്നുള്ള കാര്യം നമുക്ക് ആദ്യം അതിൽ നിന്ന് മനസ്സിലാവും. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് എയുടെ ഡയമെൻഷൻ ഓഫ് എക്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഡയമെൻഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. സോ ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഈസ് ഈക്വൽ ടു ലെങ്ത്. അതിൽ നിന്ന് അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഡയമെൻഷൻ ഓഫ് ബി കണ്ടുപിടിക്കണം. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ടി സ്ക്വയർ ആണ് നമുക്കറിയാം. അതായത് ബിയുടെ ഡയമെൻഷൻ എക്സ് ബൈ ടി സ്ക്വയർ എന്ന് വരും. അതായത് എൽ ബൈ ടി സ്ക്വയർ. അതായത് എൽ ബൈ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു ടി റൈസ് ടു -2 എന്ന് വരും. ഡയമെൻഷൻ ഓഫ് ബിയും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഡയമെൻഷൻ ബി മൈനസ് ടി സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഡിയുടെ ഡയമെൻഷനും ടിയുടെ ഡയമെൻഷനും ഈക്വൽ ആണെന്ന് മനസ്സിലായി. ടി മീൻസ് ടൈമാണ്. സോ ഡയമെൻഷൻ ഓഫ് ഡി ഈസ് ഈക്വൽ ടു, അതായത് ഡിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി, ടൈമിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും എന്ന് മനസ്സിലായി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സി ബൈ ഡി മൈനസ് ടി ആണെന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു സി ബൈ ഡി മൈനസ് ടി. സോ രണ്ടിനും സെയിം ഡയമെൻഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരെണ്ണം എഴുതിയാൽ മതി. ടി കൊടുത്തു. സോ സിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നതാണ് എക്സ് എന്ന് പറയുന്നത് ലെങ്ത് ആണ്. സോ എൽ ഇൻറ്റു ടി. അങ്ങനെയാണ് ഡയമെൻഷൻസ് കണ്ടുപിടിക്കുന്നത്. സോ ഇതുപോലത്തെ പ്രോബ്ലം ഇന്നത്തെ ടെസ്റ്റിൽ നിങ്ങൾക്ക് കാണും. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ടൈപ്പ് പ്രോബ്ലം നിങ്ങൾ ചെയ്തിട്ട് വേണം ടെസ്റ്റ് എഴുതാൻ വരാൻ. ഓക്കെ.
ഇനി നമുക്ക് ഡയമെൻഷൻസ് കണ്ടുപിടിച്ചു. ഇനി എക്സ് എന്ന് പറയുന്ന ഡയമെൻഷൻ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എക്സ് ഡയമെൻഷൻലെസ് ആണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എ ബി രണ്ട് ക്വാണ്ടിറ്റികൾ മൾട്ടിപ്ലൈ ചെയ്തത് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ് വന്നതെന്ന് വിചാരിച്ചോ. അതിൽ നിന്ന് മനസ്സിലാവുന്ന വെച്ചാൽ ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു 1 ഡയമെൻഷൻ ഓഫ് ബി എന്നാണ് മനസ്സിലാവണത്. ഓക്കെ, ഇനി രണ്ട് ക്വാണ്ടിറ്റികൾ ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി വന്നു. അതിൽ നിന്ന് മനസ്സിലാവുന്ന വെച്ചാൽ രണ്ട് ആൾക്കാരുടെയും ഡയമെൻഷൻ സെയിം ആണ്. അതായത് ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി എന്നാണ് മനസ്സിലാകുന്നത്. ഇനി ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെയെന്നാണ് പറയുന്നത്. ആംഗിൾ ഡയമെൻഷൻലെസ് ആണ്. സൈൻ തീറ്റയിൽ ഈ സൈനിൻ്റെ അകത്തുള്ള പോർഷൻ, അതായത് തീറ്റയുടെ ആ ഒരു പോർഷൻ ഡയമെൻഷൻലെസ് ആണ്. സൈൻ തീറ്റ മുഴുവനായിട്ടും ഡയമെൻഷൻലെസ് ആണ്. കോസ് തീറ്റ ഡയമെൻഷൻലെസ് ആണ്, മുഴുവനായിട്ടും ഡയമെൻഷൻലെസ് ആണ്. ഇ റൈസ് ടു എക്സിൽ എക്സ് ഡയമെൻഷൻലെസ് ആണ്. അതുപോലെ തന്നെ ഇ റൈസ് ടു എക്സ് മുഴുവനായിട്ടും ഡയമെൻഷൻലെസ് ആണ്. ഡയമെൻഷൻലെസ് മീൻസ് അതിൻ്റെ വാല്യൂ 1 എന്നാണ് അർത്ഥം. ലോഗ് എക്സിൻ്റെ അതിൻ്റെ അകത്തുള്ള പോർഷനും അത് മുഴുവനായിട്ടും ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഈസ് ഓക്കെ ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. സോ വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ് ആണ് ഇക്വേഷൻ. ചോദിച്ചിരിക്കുന്നത് വൈ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, അതുപോലെ തന്നെ ടി ടൈമാണ്, എക്സ് ഡിസ്റ്റൻസ് ആണ്. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എ ഒമേഗ അതുപോലെ തന്നെ കെ. ഇതിൻ്റെ എത്രയുടെ ഡയമെൻഷനാണ് കണ്ടുപിടിക്കാറുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സൈൻ പോർഷൻ മുഴുവനായിട്ട് ഡയമെൻഷൻലെസ് ആണ്. സോ ദിസ് വിൽ ബി 1 ആയിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഡയമെൻഷൻ ഓഫ് എ വിൽ ബി ഡയമെൻഷൻ ഓഫ് വൈ മീൻസ് ഡിസ്റ്റൻസ്. സോ ഡയമെൻഷൻ എല്ലാം ആയിരിക്കും അല്ലേ. അപ്പോൾ അത് ആദ്യമേ അങ്ങ് കണ്ടുപിടിച്ചു. ഇനി അതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചല്ലേ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കണം. ഇതിൻ്റെ അകത്തുള്ള ക്വാണ്ടിറ്റി എന്താണ്? ആംഗിൾ ആണല്ലേ. അപ്പം ഇവർ പരസ്പരം സബ്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. സബ്സ്ട്രാക്ട് ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ്? ഇവർക്ക് രണ്ടുപേർക്കും സെയിം ക്വാണ്ടിറ്റി ആയിരിക്കും, അതായത് ആംഗിൾ. അതായത് രണ്ടുപേരും ആംഗിളുമാണ്, രണ്ടുപേരും ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആംഗിൾ ആണെന്നുള്ളതുകൊണ്ട് തന്നെ രണ്ടുപേരും ഡയമെൻഷൻലെസ് ആയിരിക്കും. സോ ഒമേഗ ടിയുടെ വാല്യൂ ആവട്ടെ 1 ആയിരിക്കും, അതുപോലെ തന്നെ കെ എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കും അല്ലേ. സോ ഒമേഗയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 1/t, അതായത് ടി റൈസ് ടു -1 ആണ് ഒമേഗ ഡയമെൻഷൻ. കെയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 1/x. സോ എക്സ് മീൻസ് ലെങ്ത്, സോ എൽ റൈസ് ടു -1. ഇതാണ്. അങ്ങനെ നമുക്ക് ഒമേഗയുടെയും അതുപോലെ തന്നെ കെയുടെയും ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എല്ലാം കണ്ടുപിടിച്ചല്ലോ നമ്മൾ. ഇനി ഒരു ഫെൻറ്റാസ്റ്റിക് ക്വസ്റ്റ്യൻ ആണ് അടുത്ത വരുന്നത്. ഫെൻറ്റാസ്റ്റിക് റെവല്യൂഷണറി ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ, വേറെ ആരെ കൊണ്ട് പറ്റേ. അപ്പം പവർ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റൈസ് ടു ബി എക്സ്. സോ ചോദിച്ചിരിക്കുന്നത് എയുടെയും ബിയുടെയും ഡയമെൻഷൻ കണ്ടുപിടിക്കുക. പി പവറാണ്, എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസും ആണ്. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഈ ഇത്രയും പോർഷൻസ് ഡയമെൻഷൻലെസ് ആണ്. സോ അതിൻ്റെ വാല്യൂ വിൽ ബി 1. സോ ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് പവർ. പവറിൻ്റെ ഡയമെൻഷൻ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, പെർ ബൈ ടൈം വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഇനി ബി റൈസ് ടു എക്സ് നമ്മൾ പറഞ്ഞു, ഇ റൈസ് ടു എക്സ് എന്ന് എഴുതുന്നതിൽ ഇത്രയും വരുന്ന പോർഷൻസ് മുഴുവൻ ഡയമെൻഷൻലെസ് ആയിരിക്കും. സോ ബി റൈസ് ടു എക്സ് എന്ന് പറയുന്നത് ഡയമെൻഷൻലെസ് ആയിരിക്കും. അതായത് ബി എക്സിൻ്റെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. സോ ബിയുടെ ഡയമെൻഷൻ 1/x. സോ എക്സ് മുകളിൽ പോകുമ്പോൾ എക്സ് റൈസ് ടു -1. സോ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. സോ ഡയമെൻഷൻ എൽ റൈസ് ടു -1. പിന്നെ ഞാൻ സ്പീഡിനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ കമൻറ്റ് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവില്ല എന്ന് എനിക്ക് അറിയാൻ കഴിയില്ല. നിങ്ങൾ വ്യൂസ് വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. നിങ്ങളെ ഒരു സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒന്നീ കമൻറ്റ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്താലും മതി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലേന്ന്. ഓക്കെ, പിന്നെ മാക്സിമം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇന്ന് ഇടുന്ന ഈ വീഡിയോ വെച്ചിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത് ഇനി വീഡിയോ ഇടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. കാരണം എല്ലാവർക്കും ഉപയോഗപ്പെട്ടാലുള്ള അറ്റ്ലീസ്റ്റ് ഒരു 200 പേരെങ്കിലും ഈ വീഡിയോ കണ്ടാൽ മതി. എന്നാൽ ഞാൻ വീഡിയോ റെഗുലറായിട്ട് ഇട്ടോളാം. ഓക്കെ, സോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പോയിൻറ്റും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നീറ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോൾ ആ പോയിന്റ് ചിലപ്പോൾ മിസ് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങ് ബോറടിച്ച് തുടങ്ങിയെങ്കിൽ നിങ്ങൾ വീഡിയോ നിർത്തുക. അവിടെ വെച്ച് നിർത്തിയിട്ട് പിറ്റേ ദിവസം ബാക്കി ആ ഭാഗം തൊട്ട് നിങ്ങൾ കണ്ടാൽ മതി. പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ സ്പീഡിനിട്ട് കണ്ടാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് 2x സ്പീഡിൽ നിങ്ങൾക്ക് ഇട്ട് കാണാം. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷനും കഴിഞ്ഞു. ഇനി നമുക്ക്
ഡറൈവിങ് റിലേഷൻസ് അല്ലേ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇങ്ങനെ വരും ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ y.dx. സോ അതിൽ നിന്ന് മനസ്സിലാകേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ y.dx എന്ന ഡയമെൻഷൻ ഓഫ് y ഇൻറ്റു ഡയമെൻഷൻ ഓഫ് എക്സ് നിങ്ങൾ ചെയ്യണം, dx ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡയമെൻഷൻ നിങ്ങൾ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻ്റഗ്രൽ dx ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, സോ രണ്ടുപേരും സബ്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ഡയമെൻഷൻ ഓഫ് എക്സ് സ്ക്വയറും ഡയമെൻഷൻ ഓഫ് a സ്ക്വയർ ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്താണ്, എൽ സ്ക്വയർ ആയിരിക്കും അതിൻ്റെ ഡയമെൻഷനിൽ. സോ നമുക്കതിനെ ഇങ്ങനെ എഴുതാം, എങ്ങനെ എഴുതാം, നമുക്കതിന് ഇങ്ങനെ എഴുതാം. ഡയമെൻഷൻ ഓഫ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏതാണ്, ഡയമെൻഷൻ ഓഫ് y ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഡയമെൻഷൻ ഓഫ് y ഈസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സോ ഡയമെൻഷൻ രണ്ടിനും സെയിം ആയതുകൊണ്ട് നമ്മൾ എൽ സ്ക്വയർ എന്ന് എഴുതി. സോ ഡയമെൻഷൻ ഓഫ് y എന്ന് പറയുന്നത് ഇതാണ്, ഡയമെൻഷൻ ഓഫ് y എന്ന് പറയുന്നത് 1/l എന്ന് വരും. ഡയമെൻഷൻ ഓഫ് dx എന്ന് പറയുന്നത് x ആയിരിക്കും. സോ അതിൻ്റെ നമുക്ക് എക്സ് വൈയുടെ ഡയമെൻഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് 1/l ഇൻറ്റു എൽ ആയിരിക്കും, എൽ ഇൻറ്റു 1/l ആയിരിക്കും. അപ്പോൾ നമുക്ക് 1 എന്ന് വരും. അപ്പം അത് ഒരു സൈഡിലുള്ള ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചത്, ഇത് ഇത്രയും പോർഷൻ ഡയമെൻഷൻ കണ്ടുപിടിച്ചത്, ബാക്കി ഇപ്പുറത്തും ഉണ്ട് പോർഷൻസ്. അപ്പം 1 ഈസ് ഈക്വൽ ടു a/n. ഇതിൻ്റെ ഡയമെൻഷൻസ് മുഴുവൻ എന്താണ്, 1 ആയിരിക്കും അല്ലേ. അപ്പം എന്നിൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് ചോദിച്ചത്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് n ആണ് ചോദിച്ചത്. അപ്പോൾ എനി നമ്പർ റൈസ് ടു എന്താണ് 1, എനി നമ്പർ റൈസ് ടു 0 ആണ് 1. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്ന് അതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നു dy/dx. ഇപ്പോൾ നമുക്ക് y തന്നു, നിങ്ങൾക്ക് y തന്നു, y ഈസ് ഈക്വൽ ടു a sin omega t എന്ന് തന്നു വിചാരിച്ചോ, a sin omega t എന്ന് തന്നെന്ന് വിചാരിച്ചോ, t മൈനസ് kx. അപ്പം ഇങ്ങനെ തന്നിരുന്നാൽ നിങ്ങളോട് ചോദിച്ച dy/dx എത്രയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കും, ടൈം പോകും. അങ്ങനെ ഒന്നും ചെയ്യേണ്ട. dy/dx ഈസ് ഈക്വൽ ടു y/x, അതാണ് അതിൻ്റെ വാല്യൂ നിങ്ങൾ അടിച്ചു വെച്ചാൽ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് dy/dx ഈസ് ഈക്വൽ ടു y/x. ഇനി അടുത്ത ഡയമെൻഷൻ ഓഫ് d സ്ക്വയർ y/dx സ്ക്വയർ എന്ന് പറയുന്നത് y/x സ്ക്വയർ ആണ് അതിൻ്റെ വാല്യൂ. അതെങ്ങനെ വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഞാനിപ്പം ഇതിന് ഈ ഒരു ഫോമാറ്റിൽ ഞാൻ എഴുതി d/dx ഓഫ് dy/dx എന്ന് എഴുതി. ഇതിൻ്റെ ഇത്രയും പോർഷനെ ഞാൻ ക്യാപിറ്റൽ P എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാം, അതിനെനിക്ക് dp/dx എന്ന് എഴുതാം. നമ്മൾ നേരത്തെ പഠിച്ചു dy/dxൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് y/x ആണെന്ന് എനിക്ക് എഴുതാം. സോ ഇപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എനിക്ക് p/x എന്ന് എഴുതിക്കൂടെ. പിയുടെ ഡയമെൻഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ, y/x എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആ പിയുടെ സ്ഥാനത്ത് y/x ഞാൻ കൊടുത്തു. സോ y/x ഇൻറ്റു എക്സ്, സോ y/x സ്ക്വയർ എന്ന് വന്നു. അങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് ഇത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുള്ളൂ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രിൻസിപ്പിൾ ഓഫ്. ഇനി റിലേഷൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഫ്രീക്വൻസി. അടുത്തത് നമുക്ക് റിലേഷൻസ് ഡറൈവ് ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റാണ്. പല ഇക്വേഷൻ്റെയും ഒരുപാട് ടേംസ് തന്നിരിക്കും. ആ ഒരു ടേമിന്, ആ ഒരു ക്വാണ്ടിറ്റീസിന് ഇന്ന ക്വാണ്ടിറ്റിയുമായിട്ട് റിലേഷനുണ്ട്. അതായത് ഫ്രീക്വൻസി മേ ഡിപ്പെൻഡ് ഓൺ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആൻഡ് ടെൻഷൻ ഓഫ് ദ സ്ട്രിങ് ആൻഡ് ഇറ്റ്സ് മാസ് പെർ യൂണിറ്റ് ലെങ്ത്. മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് കേട്ടോ. ഫൈൻഡ് ദ ഫോർമുല ഓഫ് ഫ്രീക്വൻസി, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാൻ എന്താണ്, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏത് ക്വാണ്ടിറ്റിയുടെ റിലേഷനാണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഇവിടെ ഫ്രീക്വൻസി. സോ ഫ്രീക്വൻസി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയെന്ന് നോക്കണം. ഇവിടെ ലെങ്ത് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടൈം തന്നിട്ടുണ്ട്, ടൈമല്ല ടെൻഷൻ തന്നിട്ടുണ്ട്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലെങ്ത് തന്നിട്ടുണ്ട്, ടെൻഷൻ തന്നിട്ടുണ്ട്, മാസ് പെർ യൂണിറ്റ് ലെങ്ത് തന്നിട്ടുണ്ട്. അതിനെല്ലാം നിങ്ങൾ ഡയറക്ട്ലി ഈ ഒരു ഫോമാറ്റിൽ എഴുതണം. അതായത് മ്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി റൈസ് ടു എ ഇൻറ്റു അടുത്ത ക്വാണ്ടിറ്റി റൈസ് ടു ബി ഇൻറ്റു അടുത്ത ക്വാണ്ടിറ്റി റൈസ് ടു സി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ കോൺസ്റ്റൻറ്റ് മാറ്റിയിട്ട് അവിടെ ഒരു കെ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് ഇടണം. ആ കെയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡയമെൻഷണൽ ലെസ് ആയിട്ടുള്ളൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ലെങ്തിൻ്റെ ഡയമെൻഷൻ എൽ, അപ്പോൾ എൽ റൈസ് ടു എ. ടി മീൻസ് ടെൻഷനാണ്, ടെൻഷൻ ഒരു ടൈപ്പ് ഫോഴ്സ് ആണ്. അപ്പം അവിടെ നിങ്ങൾ lt റൈസ് ടു -2 ഹോൾ റൈസ് ടു ബി. അടുത്തത് മാസ് പെർ യൂണിറ്റ് ലെങ്ത്, മ്യൂ ഈസ് ഈക്വൽ ടു മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. സോ m/l, അപ്പോൾ m ഇൻറ്റു എൽ റൈസ് ടു -1 ദ ഹോൾ റൈസ് ടു സി. അപ്പോൾ നിങ്ങളിത് ഓപ്പൺ ചെയ്യണം. ഇവിടെ ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾ എഴുതണം, ഇതുപോലെ എഴുതണം. ഇത് ഇത്രയും മനസ്സിലായോ?
ഓക്കെ, അപ്പോൾ ഇത് എൽ റൈസ് ടു എ. ഇനി നിങ്ങൾ ഈ ബ്രാക്കറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യണം. അപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? എം റൈസ് ടു ബി ഇൻറ്റു എൽ റൈസ് ടു ബി ഇൻറ്റു ടി റൈസ് ടു 2b എന്ന് കിട്ടും. ഇവിടെ എം റൈസ് ടു സി ഇൻറ്റു എൽ റൈസ് ടു 2c എൽ റൈസ് ടു മൈനസ് സി എന്നും കിട്ടും. ഇവിടെ എന്താണ്, എമ്മിൻ്റെ ടേമും ഇല്ല, അതുപോലെ തന്നെ എല്ലിൻ്റെ ടേമും ഇല്ല. സോ നിങ്ങൾക്ക് അതിന് എം റൈസ് ടു 0 എൽ റൈസ് ടു 0 എന്ന് നിങ്ങൾക്ക് എഴുതാം. സോ എം റൈസ് ടു 0 ഇൻറ്റു എൽ റൈസ് ടു 0 ഇൻറ്റു ടി റൈസ് ടു -1 ഈസ് ഈക്വൽ ടു, എന്നിട്ട് നിങ്ങൾ എമ്മിൻ്റെ ടേമിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരണം, എല്ലിൻ്റെ ടേമിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരണം, ടിയുടെ ടേമിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരണം. ഇവിടെ നോക്കൂ, എം രണ്ടെണ്ണം ഉണ്ട്. എം ഇതൊരെം, അവിടെ ഒരു എം. സോ ഇപ്പം നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ. ഇവിടെ എം റൈസ് ടു ബി ഇൻറ്റു എം റൈസ് ടു സി, സോ എം റൈസ് ടു ബി പ്ലസ് സി. ഇവിടെ എൽ റൈസ് ടു എ, എൽ റൈസ് ടു മൈനസ് സി, സോ എൽ റൈസ് ടു ഇവിടെ ഉണ്ട് എൽ റൈസ് ടു എ പ്ലസ് ബി മൈനസ് സി ടി റൈസ് ടു -2b. എന്നിട്ട് നിങ്ങൾ നോക്കണം, ഇവിടെ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു, മാസിൻ്റെ ഇവിടെ എന്താണ് 0 ആണ്. സോ ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതണം. അതുപോലെ തന്നെ എ പ്ലസ് ബി മൈനസ് സി, ഇവിടെ നോക്കണം ലെങ്തിൻ്റെ മുകളിൽ എന്താണ് 0 ആണ്. സോ അത് 0യുമായി ഇക്വേറ്റ് ചെയ്യണം. -2b ഈക്വൽ ടു, ഇവിടെ -1 ആണ്, ടിയുടെ മുകളിൽ -1 ആണ്. സോ -1 ഈസ് ഈക്വൽ ടു -2b. സോ ബി ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ബി ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അപ്പം അതിൽ നിന്ന് നിങ്ങൾ ഓരോ വാല്യൂ നിങ്ങൾ സോൾവ് ആ ഇക്വേഷൻ, ഈ 3 ഇക്വേഷനെ സോൾവ് ചെയ്ത് നിങ്ങൾ എടുക്കണം. അപ്പം 3 ഇക്വേഷനെയും സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും, എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ ഒക്കെ കിട്ടും. അത് എന്ത് ചെയ്യണം? നമ്മൾ റിലേഷൻ നമ്മൾ എഴുതി, മ്യൂ ഈക്വൽ ടു കെ ഇൻറ്റു എൽ റൈസ് ടു എ ഇൻറ്റു ടി റൈസ് ടു ബി ഇൻറ്റു സി മ്യൂ റൈസ് ടു സി എന്ന് കിട്ടിയല്ലോ. ആ എയുടെയും ബിയുടെയും സിയുടെയും സ്ഥാനത്ത് അവരുടെ കിട്ടിയ വാല്യൂസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ റിലേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്, ന്യൂ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കിട്ടി കെ ഇൻറ്റു ഈ എൽ റൈസ് ടു -1 എന്ന് പറയുന്നത് 1/Lന് ഈക്വലാണ്. അതായത് ആ എല്ലിനെ താഴെ കൊണ്ടുവന്നാൽ നമുക്ക് ആ മൈനസ് സൈനെ മാറ്റാൻ കഴിയും. പിന്നെ ടി റൈസ് ടു 1/2 എന്ന് വെച്ചാൽ റൂട്ട് ടി എന്നാണ് അർത്ഥം. സോ റൂട്ട് ടി മ്യൂ എന്ന് പറയുന്നത് 1/√μ ഈക്വലാണ്. മ്യൂ റൈസ് ടു -1/2ൻ്റെ മീനിങ് 1/√μ ഈക്വലാണ്. സോ ഇതാണ് അപ്പോൾ റിലേഷൻ കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്താണ്, പ്രൊപ്പോർഷണാലിറ്റി ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഈക്വൽ ടു ആണ് കേട്ടോ. ഈ ഒരു സംഭവത്തിൻ്റെ ഈ ഒരു ഡയമെൻഷൻ്റെ ഡീമെറിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ അത് എക്സ്പെരിമെൻ്റലിയാണ് അത് പിന്നെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ നമ്മൾ അതും പഠിച്ചു. ഓക്കെ, പ്രദേശം പഠിച്ചു. ഇനി കൺവേർഷൻ ഓഫ് യൂണിറ്റ് പഠിച്ചിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഇന്നത്തേക്ക് നിർത്താം. അപ്പം ഈ ഒരു ടോപ്പിക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺവേർഷനോടെ പഠിക്കാം. സോ ഒരു യൂണിറ്റിനെ വേറൊരു യൂണിറ്റ് ആക്കിയല്ലേ ചെയ്യണം, വേറൊരു സിസ്റ്റത്തിലോട്ട് മാറ്റണം. അതായത് ഇപ്പം എനിക്ക് 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇത് വേണ്ട, 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെൻറ്റിമീറ്റർ ആണെന്ന് എനിക്കറിയാലേ. ഇതെന്ന് പറയുന്നത് MK സിസ്റ്റം, അല്ലെങ്കിൽ നമുക്ക് SIയിലല്ലേ നമ്മൾ മീറ്റർ പറയുന്നത്, അതൊരു സിസ്റ്റം. ഇത് CGS സിസ്റ്റം. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഒരു യൂണിറ്റിനെ വേറൊരു സിസ്റ്റത്തിലുള്ള യൂണിറ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം N1U1 ഈസ് ഈക്വൽ ടു N2U2 ആണെന്നറിയാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട പുതിയ യൂണിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് N2. ഓക്കെ, പഴയതെല്ലാം നമുക്ക് 1 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം, പുതിയതിന് നമ്മൾ 2 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. സോ N2 ഈസ് ഈക്വൽ ടു N1U1/U2 എന്ന് എനിക്ക് എഴുതാം. അപ്പോൾ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ തന്നിരുന്ന ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റാണോ കൺവേർട്ട് ചെയ്യണം അതിൻ്റെ ഡയമെൻഷൻ അങ്ങ് കണ്ടുപിടിക്കണം. ഇത് ആദ്യമേ ചെയ്യണം. ഇപ്പോൾ ഫോഴ്സിനാണെങ്കിൽ ഫോഴ്സിൻ്റെ തന്നിരുന്ന നിങ്ങൾ MLT⁻² എന്ന് നമ്മൾ ആദ്യം എഴുതണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെങ്ങനെ എഴുതണം, N2 ഈസ് ഈക്വൽ ടു N1 ഇൻറ്റു, അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി ഇതാണ്, ഫോഴ്സ് ആണെന്ന് വിചാരിച്ച് ഇങ്ങനെ വരും. അതായത് M1/M2 ദ ഹോൾ റൈസ് ടു എന് പകരം 1 എന്ന് എഴുതണം. അതുപോലെ തന്നെ TL1/L2 ദ ഹോൾ റൈസ് ടു 1, T1/T2 ദ ഹോൾ റൈസ് ടു -2. ഈ ഒരു ഫോമാറ്റിൽ നിങ്ങൾ എഴുതണം. ഇങ്ങനെ അതുപോലെ എഴുതണം. ഓക്കെ,
നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് തന്നെ ഡയറക്റ്റായിട്ട് പോകാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കട്ടെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡാഷ് ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇതെന്ന് പറയുന്നതാണ്, ആദ്യം നിങ്ങൾ ഡയമെൻഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഡയമെൻഷൻ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് വന്നത്, m/l(t⁻²). ഡയമെൻഷൻ മനസ്സിലായല്ലേ? ഡയമെൻഷൻ ആദ്യമേ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ആദ്യം ഇത് നിങ്ങൾക്ക് n1 എന്നും കൊടുക്കുക, ഇത് u1 എന്നും കൊടുക്കുക, ഇത് കണ്ടുപിടിക്കാനുള്ള n2, ഇത് u2. അത് മനസ്സിലായല്ലേ? അപ്പോൾ n2 = 1 ഇൻറ്റു കണ്ടുപിടിക്കാനുള്ള ക്വാണ്ടിറ്റി u1-ൽ നമ്മൾ കിലോഗ്രാം മീറ്റർ ആ ഒരു ഇതല്ലേ. സോ നിങ്ങൾ 1 കിലോഗ്രാം എഴുതാം. m2 1 ഗ്രാം അല്ലേ. മറ്റേതിൽ L1 സെൻറ്റിമീറ്ററിലല്ല മീറ്ററിലാണ്, ബൈ സെൻറ്റിമീറ്റർ. 1 സെക്കൻഡ്/സെക്കൻഡ് 10⁻². നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഇത് ഈ പോർഷൻ ഒന്നുകൂടെ വീഡിയോയിലിടാം, അല്ലെങ്കിൽ ഞാൻ നേരെ പറഞ്ഞുതരാം. നോക്കിക്കോ. സോ n2 = കണ്ടുപിടിക്കാനുള്ള ക്വാണ്ടിറ്റി എന്താണ്? കണ്ടുപിടിക്കാനുള്ള ക്വാണ്ടിറ്റിയുടെ ഞാൻ ഇവിടെ നമുക്ക് എഴുതാം, 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡാഷ് ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പം n1 1 ആണ്. 1 ഡയമെൻഷൻ നമ്മൾ ആദ്യം എഴുതി വയ്ക്കണം. അപ്പോൾ നമുക്ക് എന്താണ് മാസ്, എന്താണ് എന്തിനാണ് കണ്ടുപിടിക്കാനുള്ള ഫോഴ്സ്. ഇത് ഫോഴ്സിൻ്റെ ഡയമെൻഷനല്ലേ, m/l(t⁻²). സോ എമ്മിൻ്റെ പവർ എത്ര? 1 ആണ്. എല്ലിൻ്റെ പവർ എന്താണ്? 1 ആണ്. m/l(t⁻²). ടൈമിൻ്റെ പവർ -2 ആണ്. ഇനി മുകളിൽ വരുന്ന എല്ലാം 1ൻ്റെ ഗ്രാമാണ് അല്ലേ, അതായത് പഴയ ക്വാണ്ടിറ്റിയുടെയാണ്. ഇവിടെ മാസ് എന്താണ്? കിലോഗ്രാമിലാണ്. സോ കിലോഗ്രാം എന്ന് അവിടെ എഴുതുക. ഇവിടെ എന്താണ്? ലെങ്ത് എന്താണ്? മീറ്ററിലാണ്. സോ മീറ്റർ എന്ന് എഴുതുക. ഇവിടെ എന്താണ്? സെക്കൻഡിലാണ് ടൈം ഉള്ളത്. മറ്റേ അടുത്തത് താഴെ വരുന്ന എല്ലാം u2ൻ്റെ പോർഷനാണ്, അതായത് പുതിയ ക്വാണ്ടിറ്റിയുടെ സംഭവങ്ങളാണ്. സോ ഇവിടെ ഗ്രാം, ഇവിടെ സെൻറ്റിമീറ്ററിൽ, ഓക്കെ, ഇവിടെ സെക്കൻഡിൽ. ഇനി നിങ്ങൾ കിലോഗ്രാമിന് ഒന്നീ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് കിലോഗ്രാമിനെ ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ എനിക്ക് n2 = 1 ഇൻറ്റു കിലോഗ്രാം നമുക്ക് 10⁻³ ഗ്രാം എന്ന് എനിക്ക് എഴുതാം. അപ്പോൾ ഗ്രാം കട്ടിപ്പോകും, അപ്പോൾ 10⁻³ എന്ന് വരും അല്ലേ. ഇൻറ്റു ഇപ്പം എനിക്ക് 100 സെൻറ്റിമീറ്റർ എഴുതാം 1 മീറ്ററിൻ്റെ സ്ഥാനത്ത് അല്ലേ. അപ്പം സെൻറ്റിമീറ്റർ കട്ട് ചെയ്തു. സോ 2 സ്ക്വയർ എന്ന് വരും അല്ലേ. ഇനി സെക്കൻഡും കട്ട് ചെയ്ത് പോകും, അപ്പം 1 എന്ന് വരും. ഇനി 1⁻, ഇനി നമ്പർ 1 തന്നെയാണ്. സോ അപ്പോൾ എനിക്ക് 10⁻5 എന്ന് വരും അല്ലേ വാല്യൂ. സോ n2 = 10⁻5. അതായത് 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് = 10⁻5 ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് വാല്യൂ. അത് എത്രയാണ് ഇന്നത്തെ പോർഷൻ. നമുക്ക് റൗണ്ട് ഓഫിങ് അടുത്തൊരു വീഡിയോയിൽ എടുക്കാം. ഭയങ്കര ലെങ്തി ആയി പോകും, നിങ്ങൾക്ക് തന്നെ ബോറടിച്ച് പോകും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടും, മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.